ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡിൽ ഏറ്റവും അവസാനമായി കൊണ്ട് ഇടം നേടിയ വ്യക്തിയാണ് മുഹമ്മദ് സിറാജ്. അതായത് അതൊരു ലാസ്റ്റ് മിനിറ്റ് കോളായിരുന്നു. ഹർഷിദ് റാണക്ക് പരിക്കേറ്റു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പകരമായി കൊണ്ടാണ് സിറാജിനെ BCCI കൊണ്ടുവന്നത്. നമുക്കറിയാം, ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയുള്ള പരിശീലനമോ അതല്ലെങ്കിൽ പരിശീലന മത്സരങ്ങളോ ഒന്നും തന്നെ സിറാജ് കളിച്ചിരുന്നില്ല. നേരിട്ട് അദ്ദേഹം ഇന്നലത്തെ അമേരിക്കക്കെതിരെയുള്ള മത്സരത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. എന്നിട്ട് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. ഇന്ത്യയുടെ വിജയശില്പികളിൽ ഒന്നായി മാറാൻ സിറാജിന് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. നിർണായകമായ 3 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഓപ്പണർമാരെ പുറത്താക്കാൻ സിറാജിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായ പങ്ക് സിറാജ് വഹിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഒരുക്കവും ലഭിക്കാതെയാണ് ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം കളിച്ചത്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് വിഷയമായിരുന്നില്ല. മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. ഏതായാലും ഇതേക്കുറിച്ച് ഇപ്പോൾ സിറാജ് സംസാരിച്ചിട്ടുണ്ട്. അതായത് സൂര്യകുമാർ യാദവ് തന്നെ ടീമിലേക്ക് വിളിച്ചപ്പോൾ അതൊരു തമാശയായിക്കൊണ്ടാണ് താൻ കരുതിയത്. പക്ഷെ പിന്നീട് പ്രഗ്യാൻ ഓജ വിളിച്ചപ്പോഴാണ് അത് സീരിയസ് ആണ് എന്നുള്ളത് തനിക്ക് മനസ്സിലായത് എന്നാണ് സിറാജ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ റയലിന്റെ കളി കാണാൻ വേണ്ടി സ്പെയിനിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു താനെന്നും ഇപ്പോൾ സിറാജ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മുംബൈയിലേക്ക് പറക്കുന്ന സമയത്ത് എനിക്ക് അതൊരു സ്വപ്നം പോലെയാണ് തോന്നിയത്. വേൾഡ് കപ്പ് സ്ക്വാഡിന്റെ ഭാഗമാവാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. വരുന്ന 15-ാം തീയതി സ്പെയിനിൽ പോയി റയൽ മാഡ്രിഡിന്റെ കളി കാണാനായിരുന്നു എൻ്റെ പ്ലാൻ. കൂടാതെ റമദാനും വരുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വിധി ഇങ്ങനെയാണ്. എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ചിരിക്കും. ഇതാണ് മത്സരശേഷം സിറാജ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിളിയാണ് തനിക്ക് വന്നിട്ടുള്ളത്. തനിക്ക് യഥാർത്ഥത്തിൽ മറ്റു പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വിധി ഈ വേൾഡ് കപ്പ് താൻ കളിക്കണം എന്നുള്ളതായിരുന്നു. അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഹീറോയായ സിറാജ് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.